പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അനുമതിക്ക് ആധാരം നാം എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം പറയുന്നു: അബ്രഹാം ആ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തി കളഞ്ഞുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. സ്തോത്രം. നോക്കൂ, അബ്രഹാമിന്റെ കാലത്ത് ആമി കുഴിച്ചത്, വെള്ളത്തിന് വേണ്ടി കുഴിച്ച കിണറിനെ ഫെലിസ്ത്യർ മണ്ണിട്ട് ആമി മൂടിക്കളയുവാൻ ഇടയായി. സ്തോത്രം. നമുക്കവിടെ കാണും, ഗെരാറിൽ ഹല്ലേലൂയ ക്ഷാമമുണ്ടായപ്പോ, ഹല്ലേലൂയ അബ്രഹാമിന്റെ കാലത്തെ ക്ഷാമം, മുമ്പത്തെ ക്ഷാമത്തെ കൂടാതെ പിന്നെയും ക്ഷാമമുണ്ടായപ്പോ ഇസഹാക്ക് ഗെരാറിൽ ഫെലിസ്ത്യരുടെ അടുക്കൽ അബീമേലിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക, നീ ഇതേ താമസിക്കും, ഞാൻ നിന്നോട് കൂടി ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിന് ഞാൻ സത്യം ചെയ്ത സത്യം ചെയ്ത് നിവർത്തിക്കും എന്ന് പറയുവാനിടയായി. സ്തോത്രം. അതിനുശേഷം നമുക്ക് 26-ന്റെ 18 നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ, തന്റെ പിതാവായ അബ്രഹാം കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഹല്ലേലൂയ ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറിനെ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവർക്ക് പേരിട്ട ആ കിണർ പേരിട്ടത് തന്നെ എപ്പോഴെന്താണോ പേരിട്ടത് അത് തന്നെ ഏറ്റു. ഇസഹാക്കിന്റെ ദാസന്മാർ താഴ്വരയിൽ കുഴിച്ചുള്ള നീരുറവുള്ള കിണറ് കണ്ടു. സ്തോത്രം. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അബ്രഹാം നമുക്കറിയാം വിശ്വാസയുടെ പിതാവ് എന്ന് പറയും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ പിതാവ്. ഹല്ലേലൂയ. കാണുവാൻ നമുക്ക് കാണും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ തനിക്ക് കൊടുത്ത ആ അവകാശമാക്കി കൊടുത്ത ആ കനാൻ ദേശത്ത് ഹല്ലേലൂയ അബ്രഹാം കിണർ കുത്തി. എന്നാൽ അബ്രഹാം മരിച്ച ശേഷവും ഇനി അവകാശികൾ ഒന്നുമില്ലെന്ന് വിചാരിച്ച് അബ്രഹാമിന് തന്റെ മകന് കിട്ടേണ്ട അവകാശങ്ങളെ മണ്ണിട്ട് നികത്തിയപ്പോൾ ദൈവം ഹല്ലേലൂയ ഇസഹാക്കിനോട് വാഗ്ദത്തം ചെയ്തു, നിന്റെ അപ്പന്റെ സമ്പാദ്യത്തെ, നിന്റെ അപ്പന്റെ അവകാശം ഞാൻ നിനക്ക് മടക്കി നൽകും. അങ്ങനെ ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞ കിണറുകൾ കുഴിക്കുവാൻ ഇസഹാക്ക് തീരുമാനിച്ചു. കിണറെന്ന് പറയുന്ന ഇവിടെ നന്മയെ കാണിക്കുന്നു. പ്രിയപ്പെട്ട, നമുക്ക് ലഭിക്കേണ്ടതായ നന്മകൾ ശത്രു ഹല്ലേലൂയ മൂടിക്കളയുമ്പോൾ, നമ്മുടെ അവകാശങ്ങൾ എടുത്തു കളയുമ്പോൾ ദൈവം നമ്മുടെ അവകാശങ്ങളെ മടക്കി നൽകും. ഹല്ലേലൂയ. കിണർ മൂടുന്നത് ശത്രുവിന്റെ പണിയാണ്. എന്നാൽ കിണർ ഉണ്ടായിരുന്ന സ്ഥലം കണ്ടുപിടിച്ച് ഇസഹാക്ക് വീണ്ടും കുഴിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മുടെ നന്മകളെ നഷ്ടമാക്കി കളയുക എന്നത് ശത്രുവിന്റെ പദ്ധതിയാണ്. പക്ഷെ അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഹല്ലേലൂയ കടമയാണ്. ദൈവം നമുക്ക് നൽകിയത്. അത് നമുക്ക് എത്ര ശത്രുക്കൾ നമ്മുടെ നേരെ ശക്തരായാലും ഒരിക്കലും ഹല്ലേലൂയ അവർ നമ്മുടെ നന്മയെ അവകാശമാക്കുകയില്ല. ഇവിടെ ശത്രു നികത്തി കളഞ്ഞ സ്തോത്രം നന്മയെ, കിണറിനെ നാം വീണ്ടും കുഴിക്കണം. ദൈവജനത്തിന്റെ നന്മ തിരിച്ചുപിടി. ശത്രു നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും, എന്നാൽ ഹല്ലേലൂയ നാം അതിനെ തിരിച്ചു പിടിക്കുവാനാണ്. മിദ്യാനർ ഇസ്രായേലിനെ ക്ഷയിപ്പിച്ചത് യുദ്ധം ചെയ്തിട്ടില്ല, മറിച്ച് അവർ വിളകളെ നശിപ്പിച്ചിട്ടാണ്. വില നശിപ്പിച്ചാൽ, നന്മയെ തകർത്താൽ ഇസ്രായേൽ തകരുമെന്ന് മിദ്യാനർക്കറിയാം. എന്നാൽ അതിനെ തിരിച്ചു എഴുന്നേറ്റ് പിടിക്കാൻ ഗിദ്യോനെ ദൈവം എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. പിശാച് കൊണ്ടുപോയ നന്മയെ തിരിച്ചു പിടിക്കുവാൻ നമ്മുടെ സഭകളിൽ പ്രാർത്ഥനാവിധമായി എഴുന്നേൽക്കണം. ശത്രു മൂടിക്കളഞ്ഞ കിണറുകൾ, നന്മയുടെ കിണറുകൾ ഹല്ലേലൂയ നാം പ്രാർത്ഥനയിൽ കുഴിക്കണം. നന്മയുടെ കിണർ നിങ്ങൾ കുഴിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾക്ക് നന്മ ദൈവം തിരിച്ചു നൽകുവാൻ ഇടയാകും. ഗെരാറിൽ അവർ കൂടാരം അടിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, ഗെരാറിൽ ഹല്ലേലൂയ താഴെ കുഴിച്ച് നീരുള്ള കിണർ കണ്ടു. അവിടെ നിന്ന് ആ കിണർ യേശുക്കെന്ന് പേര് വിളിച്ചു. ഹല്ലേലൂയ. അങ്ങനെ നമുക്കറിയാം ഹല്ലേലൂയ അബ്രഹാമിനെ പ്രത്യക്ഷനായ ദൈവം സ്തോത്രം തന്റെ മകനായ ഹല്ലേലൂയ ഈ ഇസഹാക്ക് എന്ത് ചെയ്തു? ഹല്ലേലൂയ ഒരു യാഗപീഠ 26
ഉൽപ്പത്തി പുസ്തകം 26:25 വായിക്കുന്നത്. അവൻ അവിടെ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, അവിടെ കൂടാരം അടിച്ചു. അവിടെയും ഇസാക്കിന്റെ ദാസന്മാർ കിണർ കുഴിച്ചു. നോക്കുക, യഹോവ സ്പഷ്ടമായിട്ട് തന്റെ മകനെ അനുഗ്രഹിച്ചു. നമുക്കറിയാം, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. പിതാവിന് അവകാശമായത് ശത്രു മണ്ണിട്ട് മൂടിക്കളഞ്ഞപ്പോ നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ അവകാശങ്ങളെ നഷ്ടമാക്കിയെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങളുടെ നന്മകളെ മടക്കി തരുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് മടക്കി നൽകും. കർത്താവ് സഹായിക്കട്ടെ. അബ്രഹാം കുഴിച്ച കാലത്ത്, അബ്രഹാം മരിച്ച ശേഷവും നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ, ഹല്ലേലൂയ, നന്മകൾ, ഹല്ലേലൂയ, സ്തോത്രം, അവയെ മൂടുന്നത് ശത്രുവിന്റെ പദ്ധതിയായിരിക്കും. പക്ഷെ ശത്രുവിനെ തകർത്ത് നിങ്ങളുടെ നന്മകളെ ദൈവം നിങ്ങൾക്ക് മടക്കി നൽകും. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം.